എൻ്റെ പേര് എലിസബത്ത് എന്നാണ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഞാനൊരു ദിവസം വന്നത് നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു വട്ടം പാവേനെ എങ്ങനെ ഉണ്ടാക്കിയ രീതിയിലായിരുന്നു ഞാൻ വന്നത്. ഇന്ന് നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു ബട്ടർഫ്ലൈ നല്ലൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ എന്നിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു സ്പോഞ്ചാണ് വേണ്ടത്. പിന്നെ ഇത് കണക്ക് ബുഷ് വേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മളെ റബ്ബർ ബാൻഡ്. പിന്നെ എന്താ വേണ്ടേ? ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അതിൻ്റെ ഒരു ബ്രഷ്, പിന്നെ സ്ട്രോ. നമുക്ക് സ്ട്രോ ഇതുപോലത്തെ സ്ട്രോ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതുപോലത്തെ സ്ട്രോ എടുക്കുക. ഈ സ്ട്രോയിലേക്ക് ഇതേപോലെ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. പക്ഷേ എനിക്കൊരു ആ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇതേപോലെ കയ്യിലൊക്കെ ചെറുതായിട്ടായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കളർ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഏത് കളറാണ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ ക്രയോണോ സ്കെച്ചോ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ കളർ ചെയ്ത് നമുക്കെടുക്കാം. ഇനി നമുക്ക് മെയിൻ വേണ്ടത് ഇതേപോലെ കളർ ചെയ്തെടുക്കാം. ഇതിവിടെ ഇരുന്ന് നമുക്ക് ഇച്ചിരി നേരം ഉണക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ വേണ്ട എന്താണെന്നറിയാവോ? ബട്ടർഫ്ലൈക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ണോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഇതാണ്. എനിക്ക് ഞാൻ നേരത്തെ പാവന ഉണ്ടാക്കിയില്ല, അതിൻ്റെ ബാലൻസ് ഇരുന്നാണ്. അത് വേണമെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്നൊരു ബട്ടർഫ്ലൈനെ കാണാൻ ഒരു ഭംഗി കിട്ടണമല്ലോ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പശ എടുക്കാം അല്ലേ. പശ നമുക്ക് നമ്മുടെ ഈ സ്റ്റിക്കിൽ ഇതുപോലെ ബ്രഷിൻ്റെ അറ്റത്ത് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബട്ടർഫ്ലൈയുടെ കണ്ണൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ക്രാഫ്റ്റാണ് ഈ പാവ, അതുപോലെ ബട്ടർഫ്ലൈ, പിന്നെ പേപ്പർ കപ്പ് കൊണ്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് ഈ പേപ്പർ കപ്പ് കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ?
ഇതേപോലെ ഒട്ടിച്ചു വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദാ നമ്മുടെ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച ബട്ടർഫ്ലൈയുടെ കൊമ്പ് അത് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാമേ. ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇടയിലേക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ബട്ടർഫ്ലൈയുടെ 2 കൊമ്പ് ഇവിടെ നമുക്ക് സെറ്റായിട്ടില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയാവോ? ഇത് നമുക്ക് വേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചിലർ ബട്ടർഫ്ലൈയുടെ ഇവിടെ ഇത് ഭംഗിക്ക് വേണ്ടി 2 മുത്തോ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതിലൊക്കെ ഞാൻ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ നമ്മുടെ ഈ ഫാബ്രിക് പെയിൻറ് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ എന്താണ് സ്പോഞ്ച് ബട്ടർഫ്ലൈ ഇവിടെ വളരെ ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സ്പോഞ്ച് ബട്ടർഫ്ലൈ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളും ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു വീഡിയോ കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും സൈൻ ഓഫ്, ടാറ്റ.